ജനുവിനാണ്, ന്യായമാണ്, അംഗീകരിക്കപ്പെടേണ്ട പരാതികളാണ്. അല്ലെങ്കിൽ ഇതെല്ലാം അന്യായമാണ് എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഉത്തരവിലൂടെ തള്ളിക്കളയാം. അത് ചെയ്യാൻ സാധ്യമല്ല. ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് കേരളം മുഴുവൻ ശമ്പള പരിഷ്കാരമായി. കേരളത്തിലെ എല്ലാ മേഖലയിലും കഴിഞ്ഞ LDFന്റെ കാലത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ 5 കൊല്ലത്തിലൊരിക്കൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ, അധ്യാപകരുടെയും ശമ്പള പരിഷ്കാരം നടപ്പിലാക്കുക എന്നുള്ള തത്വത്തിൽ ശമ്പള കമ്മീഷൻ അംഗീകരിച്ചു, റിപ്പോർട്ട് അംഗീകരിച്ചു. അത് നടപ്പിലാക്കാനുള്ള നടപടികൾ എടുത്തപ്പോഴാണ് തെരഞ്ഞെടുപ്പ് ആസന്നമായത്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ജസ്റ്റിസ് രാജേന്ദ്ര ബാബുവിന്റെ ശമ്പള കമ്മീഷന്റെ അപാകതകൾ അനേകം തന്നെ പലരും ഉന്നയിച്ചു. ആ അപാകതകൾ ഒന്നും തന്നെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ അനോമലി കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ മുമ്പിൽ പരാതികൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ശമ്പള കമ്മീഷൻ നടപ്പിലാക്കി, റെക്കമെൻഡേഷൻ നടപ്പിലാക്കി, നിങ്ങളുടെ സഹോദര ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നിങ്ങളുടെ വീട്ടിന്റെ അടുത്തും അപ്പുറത്തും ഇപ്പുറത്തും ബസ്സിലും ബസ് സ്റ്റാൻഡുകളെല്ലാം കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ശമ്പള കമ്മീഷന്റെ ആനുകൂല്യങ്ങൾ വാങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങളേറെയായി. എന്നാൽ ഗവൺമെന്റ്, അതേ ഗവൺമെന്റിന്റെ ബേബിയാണ് വോട്ടർ അതോറിറ്റി. സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് പോലെ, പബ്ലിക് സർവീസ് കമ്മീഷന്റെ സ്റ്റാഫ് പോലെ, പബ്ലിക് ഓഫീസിലെ ജീവനക്കാരെ പോലെ, അധ്യാപകരെ പോലെ പരിപൂർണമായി ഗവൺമെന്റിന്റെ ഉടമയിലുള്ള, ഗവൺമെന്റ് കസ്റ്റോഡിയനായിട്ടുള്ള, ഗവൺമെന്റിന്റെ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും നിയമങ്ങൾക്ക് വിധേയമായി ജോലി ചെയ്യുന്ന വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാർക്ക് സർക്കാരിൽ നടപ്പിലാക്കിയ ശമ്പള പരിഷ്കാരത്തിന്റെ ആനുകൂല്യം പോലും ഇവിടെ നിഷേധിക്കുന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. എന്താണ് ഇതിന്റെ ന്യായമെന്ന് അറിയുന്നത്? അതിനവർ പറയുന്നത് ഫിനാൻസിൽ പോയിട്ടുണ്ടെന്നാണ്. ഞങ്ങൾ സാധാരണ പറയാറുണ്ടായിരുന്നു, മന്ത്രിമാരായിരിക്കുമ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ വന്നാൽ ഞങ്ങൾ പറയും ഫിനാൻസിൽ അയച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് കാത്തിരിക്കാം. പറയുന്നത് പിന്നിലുള്ള കാര്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. 5 വർഷമായി ഈ ഫിനാൻസിലെ ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഞാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ ഒരു ശമ്പള പരിഷ്കാരം, ഒരു സാമ്പത്തിക ആനുകൂല്യം പെട്ടെന്ന് അനുവദിക്കണമെങ്കിൽ ഞാൻ ഫയല് ഫിനാൻസിൽ അയക്കുമ്പോൾ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന വേറൊരു പാർട്ടിയുടെ മന്ത്രിയായിരുന്നു. അപ്പൊ അത് സ്വാഭാവികമായിട്ടുള്ള ചില തടസ്സങ്ങൾ വരും.